ഇത് നമ്മള് പാലത്തിങ്കലാട്ടോ, പരപ്പനങ്ങാടി പാലത്തിങ്കല്. ഈ കടന്റെ പേര് കണ്ടപ്പോഴാണ് ഞാനൊന്ന് കയറിയത്. പരിപ്പുവടാന്ന്. പരിപ്പുവട മാത്രമുള്ള ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അത് കണ്ടില്ലേ, ഒരുപാട് ആളുകളും ഉണ്ട് ഇവിടെ. ഫുള്ള് ഫുഡ് കഴിക്കാൻ, വൈകുന്നേരത്തെ പൊരിക്കടി കഴിക്കാനാട്ടോ ഇവിടെ ആളുകൾ വരുന്നത്. കണ്ടില്ലേ നിങ്ങള് ആളുകള്. എന്തായാലും പരപ്പനങ്ങാടി പാലത്തിങ്കൽ നല്ലൊരു തിരക്കുള്ള ഒരു കട. ഞാനിപ്പോ കണ്ട ഇതാണ്. പിന്നെ കണ്ടില്ലേ, ഫുഡ് ഇരിക്കാൻ പുറത്തൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ഞാൻ പൊരിക്കടി ഒന്ന് പോയി നോക്കി. അവിടെ പരിപ്പുവട മാത്രല്ല, പലതുണ്ട്. പിന്നെ പരിപ്പുവട ഹൈലൈറ്റ് ആയിട്ടുണ്ട്, കുറച്ച് കൂടുതലായിട്ട് പരിപ്പുവട വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പിന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ പേര് കണ്ടുകൊണ്ടാണ് ഞാൻ പരിപ്പുവട എന്ന് വെച്ചപ്പോൾ ഞാൻ പരിപ്പുവടയിൽ വെറൈറ്റി ഒക്കെ ഉണ്ടാവും എന്ന് വെച്ച് കയറി. പക്ഷെ അങ്ങനെയല്ല, എല്ലാ പൊരിച്ച കടികളും ഉണ്ട്. അതിന്റെ കൂടെ പരിപ്പുവട ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ടമാന ആളുകളൊന്നും കഴിക്കണം. ഞാൻ ഏതായാലും ഇവിടുന്ന് കഴിച്ചിട്ടില്ല, കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നോമ്പൊക്കെ കഴിയട്ടെ. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവരിഞ്ഞ് തുറക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. പിന്നെ അല്ലേ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പരിപ്പുവടയാണ് ഇവിടെ. പരിപ്പുവട എന്തോ ആണ്, പരിപ്പുവട ഉണ്ടോ? പരിപ്പുവടനെ പൊരിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും കട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ആളാട്ടോ. എന്തായാലും നല്ല ആളാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം നല്ലൊരു കോർണറാണ്. കാരണം ഒരുപാട് ആള് പെട്ടെന്ന് റോഡ് സൈഡിൽ ഇരിക്കണപ്പോഴേ ആരും ഒന്ന് കയറിപ്പോവും. അപ്പം എന്തായാലും അടിപൊളിയാണ് സംഭവം. പൊരിച്ച കടികളൊക്കെ ഉണ്ട്. ഒന്ന് കയറി കഴിച്ചു നോക്കൊണ്ട് ഇനി ഇതുവഴി പോകുമ്പോൾ. കണ്ടില്ലേ, സംഭവം കുഴപ്പമില്ല. സായാഹ്നത്തിൽ ഒന്ന് സെറ്റാക്കാൻ